ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ? അത് എന്ത് കാര്യമാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ അറിയരുതേ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ മറച്ചു പിടിക്കുന്നതായ ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും റെസണേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ അവരുടെ കറണ്ട് എനർജി ഒന്ന് നോക്കാവേ. മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അവരുടെ കറണ്ട് സിറ്റുവേഷൻ ഒന്ന് നോക്കാവേ. 3 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഹെർമിറ്റ്, നൈറ്റ് ഓഫ് കപ്സ്, Ace of Pentacles, Six of Cups, Ace of Wands, Knight of Wands, High Priestess. രണ്ടെണ്ണം എടുക്കാം. 10 of Cups, 10 of Swords, 9 of Swords. അവർ കറണ്ട് എനർജി ദ എംപററാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്, എംപറർ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് അവരുടെ കറണ്ട് എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 3 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ അവർ അകാരണമായിട്ട് എന്തിനോ വിഷമം അനുഭവിക്കുന്നുണ്ട്. അകാരണമായിട്ട് അവർക്ക് തന്നെ അറിയില്ല അത് എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വിഷമം അനുഭവിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ മുൻപെങ്ങോ നടന്നു പോയ ചില കാര്യങ്ങൾ ഓർത്തിട്ടാവണം. അതുമല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷന്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഇതിനിടയിൽ ആരൊക്കെയോ ഉണ്ട്, അവർ നിമിത്തം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, അത് കാരണം നിങ്ങളുടെ വ്യക്തി നന്നായിട്ട് വിഷമിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റ് എന്ന് പറയുമ്പോഴെന്താണ്, അവരിപ്പോൾ ഒരു ഹെർമിറ്റ് മൂഡിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സൈലൻറ്റ് മൂഡാണ്. സൈലൻറ്റ് മൂഡ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും സംശയിക്കുന്നത്, ഈ വ്യക്തിക്ക് നേരത്തെ ഉള്ളതുപോലെയുള്ള സ്നേഹം എന്നോട് ഇപ്പോഴില്ല, മുൻപൊന്നും ഇങ്ങനെയല്ലായിരുന്നു, ഇപ്പോൾ എന്നിൽ നിന്നും എന്തോ മറച്ചു പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അല്ലേ? പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാതെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങളിൽ നിന്നും അകന്നു പോയതാണോ എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ എന്നിരുന്നാൽ കൂടിയും നിങ്ങളോട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി, എന്നിരുന്നാൽ കൂടിയും നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ട്. ഇവരുടെ ഉള്ളിൽ നിന്ന് ഇവർ ലവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് നിങ്ങളോട്. എപ്പോഴും ഇത് കപ്പിൻ്റെ എനർജി അല്ലേ, കപ്പ് ഇമോഷൻസിനെ കുറിക്കുന്നതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് നിങ്ങളോട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് സിൻസിയർ ലവ് ആണ്. കണ്ടില്ലേ, 6 ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അത് സിൻസിയർ ലവ് ആണെന്നും കാണുന്നുണ്ട്. നിങ്ങളോട് സിൻസിയർ ലവ് ആണ് അവർക്കുള്ളത് എന്ന് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ എത്രമാത്രം എങ്ങനെയല്ല എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ശരി, ഇനി വേറെ നിങ്ങളോട് പറയാൻ പറ്റാത്തതായ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി, നിങ്ങളോട് അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ സ്നേഹമുണ്ട്. ഒരു സിൻസിയർ ലവ് നിങ്ങളോട് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, 10 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്, 9 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പലപ്പോഴും നിങ്ങളെ ഓർത്ത് നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഹൈ പ്രീസ്റ്റസ് എനർജി,
അവർക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളോട് തുറന്നു പറയാൻ പറ്റുന്നില്ല. അത്രമാത്രം വിഷമത്തിലാണ് അവരിപ്പോൾ കഴിയുന്നത്. അവർക്ക് ചിലപ്പോഴൊക്കെ രാത്രിയിൽ ഉറക്കമില്ലായ്മ പോലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജി. ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ അവർക്ക് മറ്റാരെങ്കിലുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ടാവാം. മനസ്സിലായോ? ആരെങ്കിലുമായിട്ട് അവർക്കൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എതിർച്ചയാ അത് വന്ന് പെട്ടുപോയിട്ടുണ്ടാവാം ഇവിടെ നൈറ്റ് ഓഫ് വാൻസ്. കാരണം അവർക്ക് ഫിസിക്കലായിട്ട് നല്ല അട്രാക്ഷനൊക്കെ തോന്നുന്ന ചില വ്യക്തികളുണ്ടാവാം. അവരോട് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടുപ്പം ഉണ്ടായിരിക്കാം. ഇനി അതുമല്ല എങ്കിൽ അവരുടെ ബന്ധുക്കളോട് നിങ്ങളിൽ കവിഞ്ഞ ഒരു അടുപ്പം ഉണ്ടായിരിക്കാം. അവിടെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം. അതൊന്നും നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. നിങ്ങളെക്കാൾ ചിലപ്പോൾ അവിടെ ആയിരിക്കാം ഇവരുടെ കൂടുതലായിട്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. മനസ്സിലായോ? പലപ്പോഴും അവർക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്തത് നിമിത്തം അവർ നന്നായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. കാരണം നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുക അവരുടെ വായിൽ നിന്നും അങ്ങനെ കേൾക്കണം, ഇങ്ങനെ കേൾക്കണം, കുറച്ച് പഞ്ചാര വർത്തമാനങ്ങളൊക്കെ കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ചില സംസാരങ്ങളൊക്കെ കേൾക്കണം, കുറച്ച് കൂടുതലായിട്ട് ഇൻറ്റിമസി തോന്നിക്കുന്ന ആ ഒരു റൊമാൻറ്റിക് ചില സ്പീച്ചുകളൊക്കെ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും അവരിൽ നിന്നും തൽക്കാലം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഒരുപാട് വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കാരണം അവർക്കത് മനസ്സിലാകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടൊരു സിൻസിയർ ലവ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും നിങ്ങളുടേതായ വികാരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ ഈ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും നല്ലതുപോലെ വിഷമമുണ്ട്. പക്ഷെ പെട്ടെന്ന് അവർക്കത് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് നിങ്ങളോട് നല്ല സ്നേഹത്തിൽ നിങ്ങളോട് ഇരിക്കുമ്പോൾ വേറൊരു കണക്ഷൻ വന്ന് അത് അവർക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതെങ്ങനെയോ സംഭവിച്ചു പോയിട്ടുണ്ടാവണം. ചിലപ്പോൾ നിങ്ങളുടെ ഈ വ്യക്തി കാണാനൊക്കെ കുറച്ച് അട്രാക്റ്റീവായിരിക്കണം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി തന്നെ കുറച്ച് കൂടുതലായിട്ട് മറ്റുള്ളവരോട് സഹകരിച്ചിട്ടുണ്ടാവണം. അങ്ങനെ വരുമ്പോൾ എന്തോ ചിലപ്പോൾ കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർ നീങ്ങിയിട്ടുണ്ടാവണം. അവർക്കത് അബദ്ധം പറ്റിയെന്നുള്ളത് ചിലപ്പോൾ പിന്നീടായിരിക്കാം ബോധ്യമായത്. മനസ്സിലായി? അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതോർത്തിട്ട് അവർ നല്ലതുപോലെ കുറ്റബോധം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. രാത്രിയിലൊക്കെ അവർക്ക് ശരിയായ രീതിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെ ചീറ്റ് ചെയ്തോ എന്നുള്ള ചിന്ത 10 ഓഫ് സോഡ് വന്നിരിക്കുന്നു, 9 ഓഫ് സോഡ് വന്നിരിക്കുന്നു. ഇതിൻ്റെ കർമ്മം ഞാൻ അനുഭവിക്കത്തില്ലേ എന്ന് സ്വയം ചോദിക്കുന്ന എനർജിയാണിത്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളോട് ഒന്നും തുറന്ന് പറയുന്നില്ല. കാരണം നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നോടൊന്നും തുറന്ന് സംസാരിക്കാത്തത്, എന്താണ് ഇപ്പോൾ പഴയ പോലെ സ്നേഹമില്ലാത്തത്, മെസ്സേജ് അയക്കുന്നതിന് റിപ്ലൈ ചെയ്യാത്തത് എന്താണ്, അല്ലെങ്കിൽ വിളിച്ച് പഴയതുപോലെ സംസാരിക്കാൻ അത്ര താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്, ഇതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ടാവാം. ഇതൊക്കെ ഓർത്തിട്ട് അവർക്ക് രാത്രിയിൽ ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം അവർ സ്വയം വിചാരിക്കുന്നുണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളെ ചീറ്റ് ചെയ്തോ എന്നുള്ള ഒരു കുറ്റബോധം അവരുടെ ഉള്ളിലുണ്ട്. ഇവിടെയും അവരുടെ ഉള്ളിൽ കുറ്റബോധമുണ്ട് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ വിചാരിക്കും നിങ്ങളോട് ചില കാര്യങ്ങളൊന്നും പറയണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട്. അതാണ് എഴുന്നേറ്റിരുന്ന് രാത്രി പോലും ഉറക്കമില്ലാതെ അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്നാലോ കൂടുതലായിട്ടും റെസ്പോൺസിബിലിറ്റീസ് ഉള്ള പല കാര്യങ്ങളും ഉണ്ട് അവർക്ക്. കണ്ടില്ല? അവർ ആരാണെന്നറിയാം. അവരിവിടെ ബോട്ടം വന്നിരിക്കുന്നത് എംപററാണ്. കണ്ട? അവർ സമൂഹത്തിലൊക്കെ നല്ല വിലയും നിലയും ഉള്ള വ്യക്തികളാണ്. ഉള്ളിൽ കുറച്ച് ഈഗോയും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ അത് സമൂഹം അറിയരുത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. സമൂഹം അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ല പിന്നെ. കാരണം അവരുടെ ആ സ്ഥാനമാനങ്ങൾക്ക് കോട്ടം തട്ടും, പ്രശ്നമാകും പിന്നീട്. അതുകൊണ്ട് അവർക്കുള്ളിൽ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്നു. ഹൈ പ്രീസ്റ്റസ് ആണ്. ഉള്ളിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്നു. നിങ്ങളോട് സ്നേഹമില്ലായ്മയല്ല. പറയുന്നത് എങ്ങനെയാണ്? എല്ലാം ഇങ്ങനെ തുറന്നു പറയും പറ്റുമോ? പറ്റില്ല. അതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? സൊസൈറ്റിയിലൊക്കെ നല്ലതുപോലെ അവരുടെ ലൈഫ് ഇപ്പോൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.
ടെമ്പറൻസ് വന്നിരിക്കുന്നു. അവരുടെ ലൈഫ് എങ്ങനെയെങ്കിലും അവർ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവർ നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ്, നല്ലതുപോലെ കഴിവുള്ള വ്യക്തികളാണ്, സൊസൈറ്റിയിൽ ഉയർന്ന അതോറിറ്റി പവറുള്ള വ്യക്തിയാണ്. അല്പം ഈഗോ കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റുന്നില്ല. നിങ്ങളിൽ അഡിക്ഷനാണ്, നിങ്ങളിൽ അഡിക്റ്റാണ്, നിങ്ങളോടൊരു അഡിക്ഷൻ ഉണ്ട് അവർക്ക്. കണ്ടില്ലേ, നിങ്ങളോടൊരു അഡിക്ഷൻ ഉണ്ട്, അവർ നിങ്ങളിൽ അഡിക്റ്റാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടെയും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും എല്ലാം തുറന്ന് പറയുന്നില്ല. ഇവിടെ കണ്ടില്ലേ, സമൂഹത്തിൽ ഉയർന്ന പദവിയുള്ള ആൾക്കാരാണ്, നല്ല കുടുംബം ഉണ്ടായിരിക്കണം, ആ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെയും നല്ല നീറ്റായിട്ട് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുമാണെന്നാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അവരുടെ മറ്റു ബന്ധുക്കളോട് ചില അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ അവരെ സ്നേഹിക്കുന്നുണ്ടാവാം. കൂടുതലായിട്ടുള്ള സ്നേഹമല്ല ഇവിടെ, അതിന് ഇടയിൽ കുറേ ബാധ്യതകളാണ്. മനസ്സിലായി? ആ ബാധ്യത ഒഴിച്ചിട്ടൊന്നും നിങ്ങളോട് ഇപ്പോൾ തൽക്കാലം പറയാൻ പറ്റുന്നില്ല. നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ പ്രശ്നമാണ്. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ പുതിയൊരു തുടക്കം, ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ നിങ്ങളുമായിട്ട് കൂടിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇപ്പോഴവർ പറയുമോ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് പോകാം എന്നൊരു വാക്ക് അവർക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഫ്യൂച്ചറിലേക്ക് കണ്ടില്ല, ഒരു കമ്മിറ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് വരണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് വാൻസും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഫ്യൂച്ചറിലേക്ക് ഒരു കണക്ഷൻ നിങ്ങളുമായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഒരു ബോണ്ടിങ്ങിലൂടെ മുന്നോട്ട് പോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഒരിക്കലും വിട്ട് കളയാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളോടുള്ള സ്നേഹം ഇതാണ്. നൈറ്റ് ഓഫ് കപ്സ്, അതുപോലെ തന്നെ 6 ഓഫ് കപ്സ്. കണ്ടില്ല, ഇതാണ് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ എവിടെ പോയാലും ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ദൂരത്തു നിന്നുള്ള എന്തെങ്കിലും ലവ് പ്രപ്പോസലായിരിക്കാം. അപ്പോൾ എപ്പോഴും നിങ്ങളോട് ലവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഹൃദയത്തിൽ നിന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ദൈവാനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ നല്ല ക്രിയേറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയുടെ, ക്രിയേറ്റീവ് പവറുള്ള, അല്ലെങ്കിൽ പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ, അതുമല്ല എങ്കിൽ വരയ്ക്കാനോ പാടാനോ മറ്റെന്തെങ്കിലുമൊക്കെ നല്ല കഴിവുകളുള്ള വ്യക്തിയായിരിക്കണം ഈ ഒരു വ്യക്തി. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും ചതിവ് കാണിക്കില്ല. മനസ്സിലായിട്ടിട്ടങ്ങ് പോവില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും തൽക്കാലത്തെ അവസ്ഥ അവർക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. ഹിഡനാണ്, ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഹൃദയത്തിൽ. അത് കാരണം ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. അത് കാരണമാണ് അവർക്ക് ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നത്. കണ്ടില്ല, അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന എനർജി അല്ല ഇവിടെ ഉള്ളത്. നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് ഇവിടെ. കുറ്റബോധം, ഗിൽറ്റ്, റിഗ്രറ്റ് ഒക്കെയുണ്ട് ഇവിടെ. ഇതൊന്നും ഞാൻ ഇങ്ങനെയാണ്, ഉറക്കമില്ലായ്മ രാത്രിയിൽ അനുഭവിക്കുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കിടക്കുന്നു, ഇതൊന്നും നിങ്ങളോടിപ്പോൾ പറയുന്നില്ല. മനസ്സിലായി? നിങ്ങളാണെങ്കിൽ വിചാരിക്കുന്നുവല്ലോ ഒരുപാട് കാര്യങ്ങൾ കേൾക്കണമെന്ന്, അല്ലേ? നിങ്ങൾ ഓരോ ദിവസവും മെസ്സേജ് അയക്കുന്ന, കോൾ ചെയ്യുന്നതൊക്കെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ്. എന്തായാലും എന്നോട് ഇപ്പോൾ പല കാര്യങ്ങളും പറയും, കേൾക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും പറയത്തുമില്ല. അവർ നിങ്ങൾക്കൊട്ട് കേൾക്കാനും പറ്റില്ല. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇത് പറയുന്നില്ല. അത് കാരണം അവർ തന്നെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നു എന്നും കാണുന്നുണ്ട്. നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ്. എങ്ങനെയുള്ള സ്നേഹമായിരുന്നു നേരത്തെ, ഇപ്പോഴും എങ്ങനെയുണ്ട് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടില്ല, ജഡത്താണ് സംഭവിച്ച. ഇടയ്ക്ക് നിങ്ങളുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇടയ്ക്ക് നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തിന് ഒരു സ്റ്റക്നെസ് വന്നിരിക്കുന്നു. അതാണ് കണ്ടില്ലേ, ഒത്തിരി വിഷമം അനുഭവിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വേറെ ചില ആൾക്കാരുമായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ നമ്മളിവിടെ. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടായി, നിങ്ങളുമായിട്ട് വഴക്കിട്ടു, നിങ്ങളുമായിട്ട് തൽക്കാലത്തേക്ക് പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് അവസ്ഥ തന്നെയാണ്. നിങ്ങളിപ്പോൾ നല്ലതുപോലെ സെപ്പറേഷനിലാണ്, സെപ്പറേഷൻ പീരീഡിലാണെന്നാണ് കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഡെത്ത് കാർഡ് മതിയല്ല, നിങ്ങളിപ്പോൾ സെപ്പറേഷൻ പീരീഡിൽ തന്നെയാണ്.
മനസ്സിലായോ? പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൈലൻറ്റ് മൂഡ് വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് അവർ. അവർക്കിപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല, ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനും പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാലും അവർ നല്ലതുപോലെ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇവിടെ എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങളും സ്റ്റക്കായി. ഇനിയും ഇവിടെ നിന്ന് സ്റ്റക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ചേഞ്ച് വരികയാണ്. എൻഡിങ്സ്, ചില കാര്യങ്ങൾ എൻഡായി എന്നിട്ട് പിന്നെ വീണ്ടും ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അവരിവിടെ എൻഡ് ചെയ്യുന്നില്ല. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ, സ്നേഹബന്ധം എൻഡ് ചെയ്യുന്നേ ഇല്ല. അവരിവിടെ അവസാനിപ്പിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ, ഇപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും ഇതിവിടെ തീർത്തു, അവർ വിട്ടുപോയി എന്നൊക്കെ നിങ്ങൾ സംശയിക്കും. പക്ഷെ ഇല്ല, അവർ നിർത്തിയിട്ടില്ല ഈ ബന്ധം, വീണ്ടും വരും അവർ. ഹൈ പ്രീസ്റ്റസ് എനർജി വീണ്ടും വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ മറച്ചു പിടിക്കുന്നുണ്ട്, പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ടോപ്പിക്ക് തന്നെ അതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഡെക്കിൽ നിന്നും ഈ ഒരു കാർഡ് വന്നിട്ടുണ്ട്, ഇപ്പോൾ രണ്ടാമത്തേതിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങളോട് പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും മോശം കാര്യങ്ങളൊന്നുമല്ല, അവരുടെ ആ ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെ കാര്യം തന്നെയാണ്. അതിപ്പോൾ അങ്ങോട്ട് തുറന്നു പറയാൻ പറ്റില്ല, അവരങ്ങനെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അതാണ് അവർ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായി? ചിലർക്കാണെങ്കിൽ അങ്ങനെ ഒതുക്കിയൊന്നും വെക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് ചില സാഹചര്യങ്ങളിൽ തുറന്നടിച്ചങ്ങ് പറഞ്ഞു പോകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തെറ്റ് ശരിയും അറിയാവുന്ന വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. കാരണം ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്, ഇൻഡ്യൂഷനുള്ള വ്യക്തിയാണ്, ഇൻഡ്യൂട്ടീവാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ പറയണ്ട, അവരറിയണ്ട, നിങ്ങൾ അറിയണ്ട എന്ന് തന്നെയാണ് കരുതുന്നത്. മനസ്സിലായി? ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണ്ട എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഫോർ ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളെ അവർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. മനസ്സിലായി? ഇനി എത്ര പേർ വന്നാലും ബാക്കി പല കാര്യങ്ങളും ഉണ്ടായിരിക്കും, നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായി പല കാര്യങ്ങളുമുണ്ട്, പല പ്രശ്നങ്ങളുമുണ്ട്. പക്ഷെ നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്, ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ? നിങ്ങളെ വിട്ടുകളയാൻ മനസ്സില്ല. നിങ്ങൾ പോയാലും ശരി, നിങ്ങളെ പിടിച്ചു വലിക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചു പിടിച്ച് മാറോട് ചേർക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളെ അവർ വിട്ടുപോകുകയില്ല. മനസ്സിലായോ? കാര്യങ്ങൾ പറയുന്നില്ല, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ രഹസ്യങ്ങളാണ്. രഹസ്യങ്ങളായിട്ട് തന്നെ സൂക്ഷിക്കാൻ അവർക്കറിയാം. അതാണ് കാരണം, അവർ ഇൻഡ്യൂട്ടീവാണ്. നല്ലതുപോലെ വിവരവും ബോധവും ഒക്കെയുള്ള വ്യക്തികളാണ്. കാരണം അവരുടെ എനർജിയുടെ ബോട്ടം തന്നെ വന്നിരിക്കുന്നത് എംപറർ അല്ലേ. കണ്ടില്ലേ? ഇത് നല്ല അനുഭവജ്ഞാനമുള്ള വ്യക്തിയാണ്, നല്ല നോളജുള്ള വ്യക്തിയാണിത്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്. മനസ്സിലായി? കൂടുതൽ നല്ല വിവരമുള്ള വ്യക്തിയാണ്, നല്ല നോളജുള്ള വ്യക്തിയാണ് ഹൈ പ്രീസ്റ്റസ് ആയാലും. പക്ഷേ തെറ്റ് ശരിയും അറിയാം. അതുകൊണ്ടാണ് പറയാത്തത്. ഇവിടെയോ, ഇവിടെ സ്ട്രെങ്താണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അവർ ഒത്തിരി സ്ട്രെങ്ത് കൺട്രോൾഡ് ആണ്. ഇവിടെ പല കാര്യങ്ങളെ അവർക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ അറിയാം. അവർ ആ ധൈര്യം നേടിയിട്ടുണ്ട്. മനസ്സിലായോ? അവർ ആ ധൈര്യം നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തത്. നിങ്ങൾ എത്രമാത്രം നിർബന്ധിച്ചാലും അവരുടെ ഉള്ളിൽ ചകഞ്ഞൊന്നും നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അത്രമാത്രം കരുത്തുറ്റ വ്യക്തിയാണിത്. കണ്ടില്ലേ? എംപററാണ് വന്നേക്കുന്നത്, ഹൈ പ്രീസ്റ്റസും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ഇപ്പം അവരുടെ വായിൽ നിന്നും കേൾക്കാൻ പറ്റുന്നത്? കേൾക്കാൻ പറ്റില്ല, അവരത് പറയുകയും ഇല്ല. ഇവിടെ അങ്ങനെയാണ്. അവർ നല്ലപോലെ സ്ട്രെങ്ത്, അതായത് നല്ല വിൽ പവറുള്ള വ്യക്തിയാണ്, നല്ല പവർഫുള്ളായിട്ടുള്ള വ്യക്തികളാണ്, നല്ലതുപോലെ മെൻ്റൽ സ്ട്രെങ്ത് കൈവരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്. നിങ്ങളോടുള്ള സ്നേഹം വിട്ടുകളയില്ല. നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്. നിങ്ങളെ വീണ്ടും സ്നേഹത്തോടുകൂടി അടുപ്പിക്കാനും അവർക്കറിയാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ടു ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. കണ്ടില്ല? ഇവിടെ എന്തോ നിങ്ങളാണ് അവരുടെ ലോകം. അവർ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, എൻ്റെ ലോകം നീയാണ്, നീ വന്നതിന് ശേഷമാണ് എനിക്ക് ഐശ്വര്യം എല്ലാം ഉണ്ടായത്, എൻ്റെ വേൾഡ് എന്ന് പറയുന്നത് നീയാണ്, അല്ലെ നിങ്ങളാണ്.
നിങ്ങളില്ലാതെ എനിക്കൊരു ലോകമില്ല, എനിക്കൊരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ജീവിതമേ ഇല്ല എന്നൊക്കെ നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുണ്ടാവണം നല്ലതുപോലെ സ്നേഹത്തിലിരിക്കുന്ന സമയത്ത്, അല്ലേ? അത് ശരിയാണ്, നിങ്ങളാണ് അവരുടെ ലോകം. ഇനി എത്ര പേരുടെ കൂടെ പോയാലും എങ്ങനെയൊക്കെ ആയാലും ഒന്നും സംസാരിക്കാതെ ഇരുന്നാലും നിങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും അവർ വെയിറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ടു ഓഫ് വാൻസിൻ്റെ എനർജിയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. രണ്ട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഒന്നിനെ മാത്രം അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ തന്നെയാണ് നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നതും എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് അവർക്ക് എന്തെങ്കിലും മെസ്സേജ്, ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്, കണ്ടില്ലേ? നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും. ഫെയർ ആൻഡ് ഡിസർവിങ് ലവ് ആണ് ഇവിടെ എല്ലായ്പ്പോഴും. ഈ ഒരു സ്നേഹം നിലനിൽക്കും. അതായത് ഒരു ജസ്റ്റിസ് ഉണ്ട്, കാരണം ദൈവികമായ ഒരു എനർജി ഇവിടെയുണ്ട്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ, ഇന്നല്ലെങ്കിൽ നാളെ. മനസ്സിലായി? അല്ലാതെ അവരിപ്പോൾ നിങ്ങളിൽ നിന്നും വിട്ടുപോവില്ല. അവരുടെ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാവേ. ഒന്നെണ്ണം എടുത്തിട്ടെ. ഓവർവെൽമഡ് ആണ്, അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ആണ്. തിങ്സ് ഡിഡിൻറ്റ് ഗോ ദ വേ ഐ പ്ലാൻഡ്. ഞാൻ പ്ലാൻ ചെയ്ത രീതിയിൽ അവർ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കുറച്ച് 2-3 മെസ്സേജസ് ആണ്. അവർ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്, ഞാൻ പ്ലാൻ ചെയ്ത രീതിയിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. ആദ്യം വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവരിപ്പോൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യങ്ങളും തുറന്ന് പറഞ്ഞില്ല എങ്കിൽ കൂടെയും ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ സൈഡിൽ നിങ്ങളുടെ കഥ എന്താണെന്ന് എനിക്കറിയാം. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്നേഹമുണ്ടോ എന്നൊക്കെയുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പ്രയോജനമില്ല എന്നുള്ളതാണ്. സ്നേഹമുണ്ട്, പക്ഷെ സ്നേഹമില്ല എന്ന് പറയുന്നില്ലല്ലോ. ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ഇൻസൈഡ് ജോക്സിനെ ഞാൻ മിസ് ചെയ്യുന്നു. പണ്ട് ഒന്നിച്ചിരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയുമായിരുന്നു, അല്ലേ? പല നിസ്സാരകരമായ ജോക്സൊക്കെ പറയുമായിരുന്നു. ഒത്തിരി ചെറിയ ചില കുഞ്ഞു ജോക്സുകൾ പറഞ്ഞ് നമ്മൾ രസിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എനിക്ക് മിസ്സാവുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓവർവെൽമഡാണ്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ട്രെയിനിങ്. ഞാൻ ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. എനിക്ക് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മനസ്സിലായ? ബോട്ടം വന്നിരിക്കുന്ന റിഫ്ലക്ഷനാണ്. ബീയിങ് എവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. നിങ്ങളിൽ നിന്നും കുറച്ച് അകന്നിരിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. ഇതിൻ്റെ കുറച്ചൊക്കെ ക്ലാരിറ്റി ലഭിക്കണമെങ്കിൽ കുറച്ച് നമ്മളൊന്ന് അകന്നിരിക്കണം. എപ്പോഴും അടുത്തിരുന്നു, എപ്പോഴും വഴക്കുണ്ടായി വലിയ സ്നേഹത്തിലിരുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോഴൊന്നും ചില കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുകയില്ല. പിന്നെ കുറച്ചൊന്ന് പിണങ്ങിയിരിക്കുകയാണ്. കുറച്ചൊരു അകൽച്ച പാലിച്ചിരിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുമെന്നുള്ളതാണ് ഇവിടെ. മനസ്സിലായോ? അവർക്ക് സ്നേഹമുണ്ടെന്ന് തന്നെയാണല്ലോ നമുക്കിവിടെ കാണുന്നത്, അല്ലേ? ഇനി നമുക്ക് ഈ ഒരു മെസ്സേജ് ഉണ്ട് ഇവിടെ. ഒറാക്കിൾ കാർഡാണിത്. കുറച്ച് ഞാൻ ഷഫിൾ ചെയ്തെടുത്തതാണ്. മാനിഫെസ്റ്റിംഗ് മിറക്കിൾസ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യുവർ ഡ്രീം ഈസ് സൂൺ ടു ബിക്കം റിയാലിറ്റി. ട്രസ്റ്റ് യുവർ ഹാർട്ട് ആൻഡ് കണ്ടിന്യൂ ടു ഫോളോ ഇറ്റ്സ് ഗൈഡൻസ്. നിങ്ങളുടെ ഡ്രീം ഈസ് സൂൺ ബിക്കം റിയാലിറ്റി. റിയാലിറ്റിയിലേക്ക് എത്രയും പെട്ടെന്ന് റിയാലിറ്റിയിലേക്ക് വരുന്നതായിരിക്കും. റിയാലിറ്റിയിലേക്ക് സംഭവിക്കാനുള്ളതാണ്, യാഥാർത്ഥ്യത്തിലേക്ക് വരാനുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്ന സ്വപ്നം. മനസ്സിലായി? നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് റിയാലിറ്റിയിലേക്ക് വരാനുള്ളതാണ്. പക്ഷെ അത് എന്താ വേണ്ടത്? ട്രസ്റ്റ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ വിശ്വസിക്കൂ. എന്നിട്ടോ അതിൻ്റെ കണ്ടിന്യൂ ടു ഫോളോ ഇറ്റ്സ് ഗൈഡൻസ്. അവിടെ നിന്നുള്ള ഗൈഡൻസിലേക്ക് ഫോളോ ചെയ്യൂ. അവിടെ നിന്ന് എന്ത് ഗൈഡൻസ് ആണോ ലഭിക്കുന്നത് അതിലേക്ക് ഫോളോ ചെയ്യൂ, അതിലേക്ക് വരൂ എന്നുള്ളതാണ്.
പറയുന്നത്. അതിനെ ഫോളോ ചെയ്യും, നിങ്ങളുടെ ഹൃദയത്തെ ഫോളോ ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ ചുരുക്കം പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്വപ്നം നിങ്ങളുടെ സഫലമാകാനുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സഫലമാകും. അവർ പറയുന്നുണ്ടല്ലോ വീണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക്, ഫ്യൂച്ചറിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അവരിപ്പോൾ അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതാണ് അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളോട് സിൻസിയർ ലവ് ആണുള്ളത്. ഇപ്പോൾ ഒരുപാട് മറച്ചു വയ്ക്കേണ്ടതായിട്ട് പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ അത് പറ്റുന്നില്ല. പക്ഷെ പിന്നീട് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ക്ലൂസ് എടുക്കാം. എല്ലാവർക്കും ഒന്നും ക്ലൂസ് വേണ്ടായിരിക്കും, പക്ഷേ ചിലരൊക്കെ ഒരുപാട് പേർ ക്ലൂസ് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നോക്കാം. വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. കുറച്ചെടുക്കാം. ലെറ്റർ ജി, ലെറ്റർ എച്ച്. എറണാകുളം. ജൂലൈ മന്ത്. സോഡിയാക് സൈൻ ജെമിനി, മിഥുനമാസമാണ്. മകയിരം, അര, തിരുവാതിര, പുണർതം, മുക്കാൽ. ആലപ്പുഴ. നമ്പർ 6. സോഡിയാക് സൈൻ വിർഗോ, കന്നിമാസം. ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര, അര. സ്കോർപിയോ, വൃശ്ചിക, വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട. തൃശ്ശൂർ. വയനാട്. ഏപ്രിൽ മന്ത്. ജൂൺ മന്ത്. ലെറ്റർ ആർ, ലെറ്റർ എസ്. ലെറ്റർ ഇ, ലെറ്റർ എഫ്. ലീബ്ര, തുലാമാസം. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ. നമ്പർ 7. ടോറസ്, ഇടവമാസം. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, അര. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലോസ് റീഡിങ്. ഇതൊക്കെയാണ് വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ആർക്കൊക്കെ റെസണേറ്റ് ആവുന്നു, ആരുടെയൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത് എന്ന് നിങ്ങൾക്കേ അറിയാവുള്ളൂ. നിങ്ങൾക്കത് റെസണേറ്റ് ആവുന്നെങ്കിൽ, നിങ്ങൾക്ക് ഈ റീഡിങ്ങുമായിട്ട് മാച്ചാവുന്നെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണിത് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഉപേക്ഷ വിചാരിക്കരുത്. പേഴ്സണലായിട്ട് റീഡിങ് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.